ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. ഞങ്ങളിപ്പോൾ ഫിനിക്സ് പാർക്കിലാണ് നിൽക്കുന്നത്. അയർലൻഡിലും യൂറോപ്പിലും തന്നെയുള്ള ഏറ്റവും വലിയൊരു പാർക്കാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അയർലൻഡിലെ വിശേഷങ്ങളും, ഞങ്ങൾ ഒരു മാസമായി അയർലൻഡിൽ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അതെ, നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ വൺ മന്ത് കഴിഞ്ഞു, ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അപ്പം ആ 1 month എക്സ്പീരിയൻസും ഇപ്പം അയർലൻഡിലോട്ട് വരുന്നവർക്കുള്ള ടിപ്സും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഫിനിക്സ് പാർക്കിലാണ് നിൽക്കുന്നത്. അടിപൊളി പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന്, അതായത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്നതും ഇതിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ ഞങ്ങളിപ്പോൾ ഏതാണ്ട് എൻഡിലെത്തി. എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പോയി കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് കാണാം. നല്ല രസമുള്ള പാർക്കാണ്, അതാരും മിസ് ചെയ്യരുത്. അടിപൊളി പാർക്ക്. സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിട്ട് കാണുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഫിനിക്സ് പാർക്കിൽ പോവാണ്. നമ്മൾ അയർലൻഡിൽ വന്നിട്ട് ജസ്റ്റ് ഒരു മാസമായി. വീക്കെൻഡ് ആയിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഫിനിക്സ് പാർക്കിൽ പോവാണ്. അവിടെ ഈ മാനിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ്. നടക്കുമ്പോൾ കാണാൻ പറ്റും. അതെ അതെ, പാർക്കിൽ പോകണം. പിന്നെ ഞങ്ങളുടെ അയർലൻഡിലെ ഒരു മാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ട് പുറത്ത് ബസ് വരും, ബസ് നമ്പർ 60. അപ്പോൾ എന്തായാലും അതിൽ കയറിയിട്ട് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് മറന്നു, അത് ഗൂഗിൾ മാപ്സിൽ നോക്കണം. അതിൽ കയറാനൊരു പ്ലാൻ, പക്ഷെ നോർമലി ബസ് നമ്മൾ നിൽക്കുമ്പോൾ വരാറില്ല. അതെ അതെ, നോക്കി നോക്കാം. അതെ, ഇന്ന് വരുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ നമ്മുടെ അപ്പുറത്ത് ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. നോർമലി നല്ല തണുപ്പാണ്. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. നമ്മുടെ അപ്പുറത്ത് നല്ല മഴക്കാറൊക്കെ വന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിമനോഹരമായ ബക്കറ്റ് ബ്രിഡ്ജും റിവർ ലിഫിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ തണുപ്പില്ലാന്ന് വിചാരിച്ച് ഞാൻ ജാക്കറ്റ് ഇടാതെ നിൽക്കായിരുന്നു. അകത്തുള്ള ടീഷർട്ട് മാത്രം മതി എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. രാവിലെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പെട്ടെന്ന് സണ്ണ് പോയി. സണ്ണുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതെ അതെ, ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ പെട്ടെന്നാണ് മാറുന്നത്. സ്പീഡിൽ നടക്കുകയാണെങ്കിൽ വിയർക്കും, അല്ലെ സൈക്കിൾ ചെയ്യൊക്കെ ആണെങ്കിൽ വിയർക്കും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഭയങ്കര ടഫറ്റ്. അതെ അതെ, നല്ല തണുത്ത കാറ്റ്. ബസ് 60 എന്നത്തെയും പോലെ നമ്മളെ ചതിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങളുടെ 60 ബസ് വന്നിരിക്കുകയാണ്. ഇതാണ് ഡബ്ലിൻ ബസ്. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. കാർഡാണ് ഇവിടുത്തെ ട്രാവൽ കാർഡ്. അതെ, ശരിക്കും നമ്മൾ ഓരോ ട്രാവലിന് 2 euros എടുക്കും. അതെ, അത് കഴിഞ്ഞ് 90 മിനിറ്റ്സ് വരെ 2 euros. 90 minutes വരെ ഫ്രീ ആയിട്ട് 2 euros. ടോട്ടല് 1 ഡേ ലിമിറ്റ് എനിക്ക് ഒന്ന് 5.5 euros എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. 5.5 എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ 450 രൂപയൊക്കെ പോകും. അതെ അതെ, പക്ഷെ നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടാണ്. ഇവിടുത്തെ ആകുമ്പോൾ കുഴപ്പമില്ല. കുഴപ്പമില്ല, കയ്യിലൊരു കാശിനാണ്. എക്സ്പീരിയൻസ് ഒക്കെ പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ റെന്റിന് ഭയങ്കര റേറ്റ് റെന്റും ടാക്സും ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് ഒരുപാട് സാലറി ഉണ്ട്. ടാക്സും അക്കോമഡേഷൻ്റെ റെന്റൊക്കെ നോക്കിയിട്ട് വരും. ഫസ്റ്റ് അതാണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഫസ്റ്റ് ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് അങ്ങനെ ഞങ്ങൾ ബസ്സിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഡ്രൈവ് ചെയ്യുന്ന ഫീൽ. ഡ്രൈവറിന്റെ അടുത്ത് കാറിലിരിക്കത്തില്ല, ഫ്രണ്ടിലിരിക്കുന്ന അതുപോലത്തെ ഒരു ഇതാണ്. പക്ഷെ ഇത് ടോപ്പ് എന്നുള്ള വ്യൂ ആണ്. നമ്മുടെ സിറ്റിയുടെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. വേറൊരു ഡബ്ലിൻ ബസ് വരുന്നു. ഇതാണ് നമ്മുടെ മ്യൂസിയം. ഇതാണ് എമിഗ്രേഷൻ മ്യൂസിയം. നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിവർ ലിഫി കാണാം. ഏതാണ്ട് സിറ്റി സെന്ററിന്റെ അകത്തോടെയാണ് പോകുന്നത്. സിറ്റി സെന്റർ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഈ സൈഡിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ സ്ട്രീറ്റ്സും ഷോപ്പിംഗ് ഏരിയാസൊക്കെ വരും. നമ്മുടെ ഒരു ഡബ്ലിൻ ബസ്. ഇതാണ് ഇവിടെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഡബ്ലിൻ ബസ്. ഇതിലിങ്ങനെ ഓരോ നമ്പർ എഴുതിയേക്കുക, C3 എന്ന് എഴുതിയിരിക്കുന്നത് ഓരോ റൂട്ടുകളാണ്. ഇതൊക്കെ കോച്ച് പോലത്തെ ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളാണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഈ സംഭവമാണ് ഈ ഡബ്ലിൻ ബസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ കയറാനായിട്ട് നമുക്കൊരു പച്ച കളർ ലീപ് കാർഡ് കിട്ടും. അത് വെച്ച് വേണം ട്രാവൽ ചെയ്യാൻ. 5 euro ആണ് വില. പിന്നെ ടോപ്പ് അപ്പ് ചെയ്യണം.
ഇത് ഇവിടുത്തെ ഒരു പ്രധാന സ്റ്റോപ്പാണ്, ബർഗ് ക്വേ എന്ന് പറയും. ഇവിടെ കോച്ചൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഓരോ സ്ട്രീറ്റുകളാണ് ഇവിടെ ഫുള്ള്. ആ സൈഡിലും സ്ട്രീറ്റാണ്. അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഹെൻറി സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ഈ സൈഡിൽ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റ്, അങ്ങനെ കുറേ സ്ട്രീറ്റുകളുണ്ട് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിങ്ങിനായിട്ട് എല്ലാ സ്ട്രീറ്റും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഫോൺ മേടിക്കാൻ പോയി. അതെനിക്ക് തോന്നുന്നു ഹെൻറി സ്ട്രീറ്റാണ്. അതുപോലെ പിന്നെ ഓരോ ആവശ്യങ്ങൾക്ക് സിം എടുക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ കറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ സിറ്റിയിലെ എല്ലാ സ്ട്രീറ്റും കയറി ഇറങ്ങും. ഒരു ട്രാഫിക് സിഗ്നൽ എത്തി. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിവർ ലിഫിയുടെ അപ്പുറം കടക്കാനായിട്ട് ചെറിയ ബ്രിഡ്ജുകളും, കാൽനട ബ്രിഡ്ജ്, ഫൂട്ട് ഓവർ ബ്രിഡ്ജ്. സൈക്കിളും നടന്നു പോകും. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത, ഇവിടെ സൈക്കിൾ ലൈനുകളുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പൊ ഇത് ബസ്സിന്റെ ലൈനാണ്, ലാന ബസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈക്കിളിന്റെ ലൈൻ ലെഫ്റ്റ് സൈഡിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തില്ല, എനിക്ക് തോന്നുന്നു. അല്ലാതെ എല്ലാ സിറ്റിയിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇതും ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ പച്ച കളർ മഞ്ഞ കളർ ബോർഡ് ഉണ്ടാവും. സ്ട്രീറ്റ് ഏരിയ ജസ്റ്റ് വിട്ടോന്ന് തോന്നുന്നു. പാർലമെന്റ് സ്ട്രീറ്റ് ആണത്. ഇങ്ങോട്ടൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഡബ്ലിൻ സിറ്റി കൗൺസിൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഈ സൈഡിലേക്ക് ഞങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ പുതിയൊരു ഇതാണ്. നമ്മൾ ഇന്ന് ഫിനിക്സ് പാർക്കിൽ പോകാൻ വേണ്ടി കയറിയതുകൊണ്ട് ആണ് അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയത്. ഫിനിക്സ് പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഡബ്ലിൻ സൂ. സൂവിൽ ഞങ്ങൾ ഇന്ന് പോകണ്ടെന്ന് വെച്ചു. വേറെ ദിവസം എന്തായാലും പോകും. കാണാൻ അധികം സ്ഥലങ്ങളൊന്നുമില്ല. ഇങ്ങനെ പാർക്ക്, സൂ, ബീച്ച് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഡബ്ലിനിൽ. ഇനി തപ്പിയെടുക്കണം. പിന്നെ ഇങ്ങനത്തെ ഷോപ്പിംഗ് ഏരിയാസ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്സ്, പബ്ബിൻ്റെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ടെമ്പിൾ ബാർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കണ്ടത് ഇതൊക്കെ തന്നെയാണ് കൂടുതലും. പാർക്കുകളും ഇങ്ങനത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റും അങ്ങനത്തെ ഏരിയാസൊക്കെ. ഇപ്പം ഇവിടെ വിന്റർ എത്താൻ കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. ഇലകളൊക്കെ നമുക്ക് കാണാം. ചില സ്ഥലത്ത് നമ്മൾ വന്ന് നോർമലി എല്ലാവരും പറയുന്നത് ഡിസംബറിലൊക്കെ ഭയങ്കര വിന്റർ ആയിരിക്കും. ഇപ്പൊ ഒരുപാട് ലേറ്റ് ആവും. നമുക്കിനി അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം തരുന്നതായിരിക്കും. ബസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വിക്ടോറിയ ക്വേ എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഇവിടെ റിവർ ലിഫി കാണാം അപ്പുറത്തെ സൈഡിൽ. കണ്ടൂടാ, പക്ഷേ ഈ സൈഡിൽ റിവർ ലിഫി ആണ്, ചെറുതായിട്ടാണ്. ഇത് അപ്പുറത്തൂടെ നമ്മുടെ ലൂവസ് ട്രെയിനൊക്കെ പോകുന്നതാണ്. ഇതാണ് സ്റ്റോപ്പ് 1447. ബസ് സ്റ്റോപ്പാണ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ സംഭവം നോക്കിയാൽ മതി. ഓരോ സ്റ്റോപ്പിനും സ്റ്റോപ്പ് നമ്പേഴ്സ് ഉണ്ടാകും. അത് ഗൂഗിൾ മാപ്പിലുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിലും കറക്റ്റ് ആ സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് വരെയുള്ള ബസ്സൊക്കെ ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടും. ബസ് അല്ലെങ്കിൽ ട്രെയിൻ. നമ്മൾ ഈ നോർമലി ഡെസ്റ്റിനേഷൻ ഇട്ട് പോകത്തില്ലേ, നമുക്ക് എവിടെയാണോ പോകേണ്ട ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം മിക്സ് ഓഫ് റൂട്ട്സും കാണിച്ചു തരും. ബസ്സിൽ കയറി ഇറങ്ങി അങ്ങനെയുള്ള റൂട്ട് എല്ലാം കാണിച്ചു തരും. അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് നോക്കി പോയാൽ മതി. കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കും. പിന്നെ ഏതെങ്കിലും ബസ് ചതിച്ചു കഴിഞ്ഞാൽ വേറെ സെക്കൻഡ് ഓപ്ഷൻ കാണും, അത് നോക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കിൾ ലൈൻ. ഈ സൈക്കിളിന്റെ പടം ഇട്ടേക്കും. അപ്പൊ ഇതുവഴി ആളും നടക്കത്തില്ല, വേറെ വണ്ടികളൊന്നും പോകത്തില്ല. സൈക്കിളും പിന്നെ ഇലക്ട്രിക് ബൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിക്സ് പാർക്കിൻ്റെ എൻട്രൻസ്. അമ്മയുടെ ഫോട്ടോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഒരു മോണിമെൻറ്റിൻ്റെ അടുത്ത്, ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇതിവിടുത്തെ ഒരു വലിയ പാർക്കാണ്. പണ്ട് ഡിയർ ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ മേജർ ഈവൻറ്റ്സ് ഒക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ എന്താ പറയുക, പണ്ട് കാലങ്ങളിൽ ഡിയർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് റോയൽ ആൾക്കാർ, അതായത് രാജാക്കന്മാർ ഡിയർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം പബ്ലിക്കിന് ഇത് ഓപ്പൺ ആണ്. ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഡിയേഴ്സ് ഇപ്പോഴും ഇവിടെ ലക്കി ആയിട്ടുള്ളവർ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ഒരു മോണുമെന്റ് ഉണ്ട്. അതെ, ഇതാണ് വെല്ലിംഗ്ടൺ മോണുമെന്റ്. വിക്ടറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. യെസ്, അപ്പൊ അത്രേ ഉള്ളൂ. മെമ്മറി ഓഫ് ദ അതെ അതെ.
ഇത് 200 കൂടുതൽ അടി മേലെ. അതെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കാണാം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് പോയി ഫോട്ടോ എടുക്കാം. ആക്ച്വലി വെയിൽ അവിടെ നിന്നാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുമ്പോൾ ഇരുട്ടാണ്. അതെ നമ്മളിപ്പോ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. കാര്യം മനസ്സിലായി. ഇവിടെ നിന്നാണ് സൺ അടിക്കുന്നത്. അപ്പോൾ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട്, വിന്ററിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മങ്ങി കിടക്കാണ്. ഭയങ്കര ഗ്രീനറി. അതെ ഫുള്ള് പച്ചപ്പാണ്. അതെ ലഷ് ഗ്രീനറി എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ കയറി വരുന്ന എൻട്രൻസിൽ ഒരു സൈക്കിൾ റെന്റ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടു. 1 മണിക്കൂറിന് 7 യൂറോ ആണ്. 3 മണിക്കൂറിന് 14, ഫുൾ ഡേക്ക് എനിക്ക് ഒന്ന് 20 25 മറ്റോ യൂറോ ആണ്. സൈക്കിൾ എടുത്ത് കറങ്ങണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അതെ പെട്ടെന്ന് വന്നിട്ട് പോകണമെന്നുള്ളവർക്ക് സൈക്കിൾ എടുക്കാം. അത് ബെറ്റർ ഓപ്ഷൻ. അതെ അതെ പക്ഷെ കുറച്ച് കത്തിയാണെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു 30 മിനിറ്റ്സ് വാക്ക് അവർ പറയുന്നുണ്ട്. മിനിമം 30 മിനിറ്റ്സ് എന്തായാലും വാക്ക് ചെയ്യണം വൺ വേ. അപ്പം നമുക്ക് എൻട്രൻസ് 30 മിനിറ്റ്സ് ഉണ്ട്. അതായത് പാർക്ക് സെന്ററിലേക്ക് പോകാൻ വരുന്ന വഴി ഫുള്ള് ഈ പച്ചപ്പ് തന്നെ, പാർക്ക് തന്നെയാണ്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം. വെല്ലിംഗ്ടൺ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്കൊന്നൊരു 10-20 നില കെട്ടിടത്തിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ടാവും. ഒന്ന് കറയും കാണാം. ഇവിടെ ഇങ്ങനെ ഇത് സ്ലോപ്പുള്ള സ്റ്റെപ്പാണ്. അതെ സൂക്ഷിക്കണം. ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. അമ്മലത് കൂടൊക്കെ ഇട്ട് പോകുന്നതാണ്. മോളിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കാണ് ഇന്ത്യ എന്ന് എഴുതിയേക്കുന്നത് ഈ സൈഡിൽ. അപ്പൊ ഇന്ത്യയുടെയും ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കണ്ടിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആണ് ഇവരിവിടെ പോർട്രേ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതെ ഒരു ഫൈറ്റ്, ഫ്രീഡം ഫൈറ്റ് ആയിരിക്കണം കാണിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ വന്നിട്ട് ഇന്ത്യ എന്നുള്ള പേര് ഞാൻ വായിക്കുന്നത്. അതെ അതും ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സ്പേസിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. വീണ് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും. നമുക്ക് പതുക്കെ ഇറങ്ങാം. ചരിഞ്ഞിറങ്ങുന്നതാണ് നല്ലത്. ചരിഞ്ഞിറങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ പറയാൻ വന്ന വേറൊരു കാര്യം, ഞാൻ അയർലൻഡിലെ 1 മാസത്തെ എക്സ്പീരിയൻസ് ആണ്. അതും കൂടെ ജസ്റ്റ് പറയാം. അത് ഇവിടെ നിന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതുപോലെ പീസ് ഉള്ള ഒരു സ്പേസ് നമുക്ക് വേറെ കിട്ടില്ല. എവിടെ പോയാലും ഭയങ്കര പോപ്പുലേഷൻ ആണ്. എന്നാലും ഇവിടെ ഒരുപാട് പാർക്സ് ഉണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരും ഭയങ്കര യൂസ് ആണ് പാർക്കിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഓടുന്നത് സൈക്കിൾ ചെയ്യുന്നതും. അപ്പൊ എവിടെ പോയാലും ഭയങ്കര പോപ്പുലേറ്റഡ് ആണ്. ഇവിടെ കാണാനായിട്ട് പാർക്കുകളൊക്കെയാണ് കൂടുതലും ഉള്ളത്, അമല പറഞ്ഞ പോലെ. പിന്നെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നല്ലതാണ്, നല്ല സ്ഥലമാണ്. കുറച്ച് തണുപ്പുണ്ട്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവരെ ഇൻകം ടാക്സും അക്കോമഡേഷന്റെ റേറ്റും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം അത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അത് ഇപ്പൊ ജോലിയൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിലും പഠിക്കാൻ വരുന്നവരാണെങ്കിലും അതെ, അല്ലാതെ പഠിക്കാൻ വരുന്നവരും അത് കാണുക. കാരണം ലോങ് ടേം പ്ലാനിൽ ഇവിടെ അതുപോലെ ഇവിടുത്തെ സാലറി അതൊക്കെ അനലൈസ് ചെയ്യുക. ഓൺലൈൻ സൈറ്റ്സ് വഴി എങ്ങനെയാണ് സാലറി, അത് വെച്ച് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും ടാക്സ് ഒക്കെ പോയിട്ട്. അതാണ് ആദ്യം നോക്കേണ്ട കാര്യം. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം നല്ലതാണ്. റെയിലും ബസ്സും ഒക്കെ എല്ലാ ഏരിയാസിലോട്ടും ഉണ്ട്. പക്ഷേ അടുത്തുള്ള ഏരിയ ഇപ്പോൾ കാറിൽ പോകുന്നെങ്കിൽ 20 മിനിറ്റ് ഉള്ളത് ചിലപ്പോൾ ബസ്സിലും ട്രെയിനിലും കയറി പോകുമ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ GNIB ഒക്കെ ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നല്ല ഡിലേ ഉണ്ട്. നമുക്ക് തന്നെ ഏതാണ്ട് 2.5 മാസത്തോളം കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും. പിന്നെ BPSN നമ്പർ കിട്ടാൻ പാടാണ്. അപ്പോൾ അത് കിട്ടാത്ത സമയത്തോളം നമുക്ക് എക്സ്ട്രാ ടാക്സ് ഒക്കെ നമ്മുടെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഡബ്ലിനിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കുന്നത് യൂറോപ്പ്. അപ്പം ക്ലൈമറ്റുമായിട്ട് നമുക്ക് ഓക്കെ ആവുമോ എന്നുള്ളൊരു ചിന്ത ഫസ്റ്റ് വരും. ഇവിടെ ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും അല്ല. എക്സാക്ട്ലി നമ്മൾ വന്നപ്പം ജസ്റ്റ് വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇറങ്ങിയ ടൈമിനനുസരിച്ച് ഇവിടെ സൺസെറ്റും സൺറൈസും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സൺറൈസ് എന്ന് പറയുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. സൺറൈസ് 8:15 രാവിലെ. സൺസെറ്റ് 8:15 ശരിക്കും സണ്ണ് റൈസ് ചെയ്ത് നമുക്ക് കാണണമെങ്കിൽ ഒരു 9 o'clock. സൺസെറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് മറ്റേ എന്താ പറയാ കർട്ടൻ ഇടുന്ന കണക്കാണ്. 3:45 വരെ നല്ല വെയിലായിരിക്കും. 4 ആവുമ്പത്തേനും ഷട്ട് ഡൗൺ. അതെ. പിന്നെ ഇവിടെ കൂടുതലും നൈറ്റ് ടൈം ആണ് കൂടുതൽ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പം സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഇവിടുത്തെ ഗവൺമെന്റ്. സ്റ്റുഡന്റിന് സ്പെഷ്യലി ലീവ് കാർഡ്, പിന്നെ സ്റ്റുഡൻസിന് സ്പെഷ്യൽ ലീവ് കാർഡ്, അങ്ങനത്തെ എല്ലായിടത്തും സ്റ്റുഡൻസിന് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടിപൊളി ഒരു കാഴ്ച കാണാം.
നമ്മുടെ പക്ഷികളൊക്കെ പറന്ന് നടക്കും. എവിടെ പോയാലും ഈ പാർക്കാണ് ഇവിടെ മെയിൻ കാണാനുള്ള സ്ഥലങ്ങൾ. പാർക്കുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഏത് ഏരിയ താമസിച്ചാലും അടുത്ത് ഇതുപോലെ ഒരു പച്ചപ്പൊക്കെ ഉള്ള പാർക്ക് കാണാൻ പറ്റും. വേറൊരു കാര്യം, നമ്മൾ ജീവിക്കാനുള്ള ഇതാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫുഡ്, ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് മിക്കതും ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ അവിടെ കിട്ടുന്ന പോലത്തെ ഒന്നുമല്ല, ഭയങ്കര ഹൈ ക്ലാസ് ഐറ്റംസ് ആണ്. എല്ലാം ഓർഗാനിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നല്ലതാണ്. അപ്പം അവർ പറയുന്ന ആ ഒരു എക്സ്പയറിക്കുള്ളിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല ഹെൽത്തി സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവർ റേറ്റ് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും. അല്ലെങ്കിലും ഇപ്പോൾ ഓർഗാനിക് സെക്ഷനിലൊക്കെ പോകുമ്പോഴത്തേനും അധികം റേറ്റ് വരും. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, എവിടെ പോയാലും ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്നത് മെക്ഡോണൽഡ്സിലാണ്. അപ്പോൾ ഞങ്ങളും കൂടുതലും മെക്ഡോണൽഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം പുറത്തുനിന്ന് കഴിക്കുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ സാധാരണ ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുന്നത്. ഇപ്പം ഞാൻ ലണ്ടനിൽ പോയപ്പോഴും ഞാൻ കുറേ കാലം ഞാൻ മെക്ഡോണൽഡ്സ് തന്നെയാണ് കൂടുതലും പോയിട്ടുള്ളത്. അല്ലാതെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇന്ത്യൻ സ്പെസിഫിക് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പം വേൾഡ് ഓഫ് സ്പൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കട, മിനി മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യൻ അല്ലെങ്കിൽ ചൈനീസ് നൂഡിൽസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്. നമുക്ക് പ്രിഫർ ചെയ്യാം ഏത് വേണോ. പക്ഷേ കൂടുതലും ഐറിഷാണ് നമ്മൾ കൂടുതലും വാങ്ങിക്കാറ്. കാരണം അതെന്ന് വെച്ചാൽ നല്ല ഓഫേഴ്സ് തരും അവർ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അത്യാവശ്യം വെജിറ്റബിൾസ്, ഇന്ത്യൻ വെജിറ്റബിൾസ് എല്ലാം കിട്ടണമെന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടും. പിന്നെ ക്ലൈമറ്റ് പറഞ്ഞു, ക്ലൈമറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ് ആണ്. ചെറിയ തണുപ്പുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വേഴ്സ് ആവുന്ന പറയുന്നത് ജാനുവരിയിലൊക്കെ. അപ്പം 0 ഡിഗ്രി അടുപ്പിച്ച ആ ഒരു ഇത്, ചെറിയ ലൈറ്റ് സ്നോ ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് എല്ലാ ഇടയ്ക്ക് 3 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്കും. അല്ലാതെ ഒരുപാട് വേഴ്സ് ഒന്നുമല്ല. നമ്മുടെ കാനഡയും US പോലെ ഇങ്ങനെ മഞ്ഞ് വീണ് നമ്മുടെ പുറത്തിറങ്ങുന്നതൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ഇത്. അതെ, once in 5 days ഒരു 1-2 ദിവസം 5 yearsൽ ഒരിക്കൽ 1-2 ദിവസം ചെറിയ സ്നോ കിട്ടിയാലേ ആ ഒരു ഇതേ ഉള്ളൂ. വരുമ്പോ ബേസിക് ആയിട്ട് ഇതുപോലെ ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ നോക്കുക. കുട ആവശ്യമുള്ള ഒരു സാധനമാണ്. കുട ഭയങ്കര ആവശ്യമാണ്. കാരണം ഇവിടെ കാറ്റും മഴയും ഒന്നിച്ചവണ് വരാറ്. അപ്പം കുട ഇത്തിരി സ്ട്രോങ് ആയിരിക്കണം. പിന്നെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വരിക ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ സിം എടുക്കാൻ ഇതായിട്ടുള്ളവർ ഇവിടെ വന്നിട്ട് എന്തായാലും സിം എടുക്കേണ്ടി വരും. അങ്ങനെ സിം എടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ള സിം ഈ സിം ആക്കുകയോ അല്ലെങ്കിൽ ഡുവൽ സിം ഇടാൻ പ്ലാൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വേറെ ഫോൺ മേടിക്കേണ്ടി വരും. ഇവിടെ കൂടുതലും ഫിസിക്കൽ സിം ആണ് അവൈലബിൾ. വോഡഫോണിന് മാത്രം എന്തോ ഈ സിം ഉണ്ട്, പക്ഷെ അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇവിടെ കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ലൈക്ക മൊബൈൽ 3 അങ്ങനത്തെ ഇതൊക്കെയാണ് ഇപ്പോൾ ഓഫേഴ്സ് കൂടുതലുള്ളൂ. പിന്നെ ടെസ്കോ മൊബൈൽ അങ്ങനെയൊക്കെയാണ്. വോഡഫോൺ കുറച്ച് കത്തിയാണ്. അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സ്ഥലമാണ്. എന്താ പറയാ, വഴി തെറ്റിയൊന്നും പോകത്തില്ല. എല്ലാം സൈൻ ബോർഡ്സ് ഉണ്ട്. ബാക്കിയെല്ലാം ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. ഗൂഗിൾ മാപ്പ് ഉണ്ട്. നല്ല സ്ഥലമാണ്. ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹെൽപ്പ് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യും. അതെ, ഹെൽപ്പ് ചെയ്യും. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആളുകൾ ഭയങ്കര കുറവാണ്. നമുക്ക് ആരുടെ പോയി ചോദിച്ചിട്ട് അതൊന്നും നടക്കത്തില്ല. സാധനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ തന്നെ തപ്പി നടന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ട്രെയിൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഒന്നും കാണില്ല. എല്ലാം ഇവിടെ ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് കൂടുതലും. അതായത് വളരെ ലെസ് മാൻ പവർ കൊണ്ടാണ് ഓരോ ഇപ്പോൾ സ്ഥാപനം എന്തായാലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പാർക്കിൽ തന്നെ വന്നിട്ട് സെക്യൂരിറ്റിയോ എൻട്രി പോയിന്റിൽ ചെക്കോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ സെക്യൂരിറ്റി ചെക്കും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. ടിക്കറ്റ് ഉണ്ടാവും. ഇവിടെ ടിക്കറ്റും ഇല്ല, ഫ്രീ ആണ്. മിക്ക പാർക്കും ഫ്രീ ആണ്. പിന്നെ സൂവിലൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. സൂവും ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് എന്നാണ് വായിച്ചറിഞ്ഞത്. അപ്പോൾ അയർലൻഡ് കൊള്ളാം, നല്ല സ്ഥലം. വരുന്നവരൊക്കെ വരിക. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിന്റെ വ്യൂ. ഫുള്ള് പച്ചപ്പാണ്. ശരിക്കും ഇത് ഭയങ്കര വലുതായതുകൊണ്ടാണ് ഇതിനേക്കാളും നല്ല വ്യൂ ഉള്ള പാർക്ക് നമുക്ക് കൊണ്ടുവരുന്നത്. അതെ അതെ, ഫെയർ വ്യൂ. നമ്മളിവിടെ വന്നിട്ട് കുറെ പാർക്കിൽ പോയി. ഫെയർ വ്യൂ പാർക്കിൽ പോയി, മെറിയം സ്ക്വയറിൽ പോയി, സെന്റ് സ്റ്റീഫൻസ് ഗ്രീനിൽ പോയി, പിന്നെ ഫിനിക്സ്. അതെ, ഫിനിക്സ് പാർക്ക് മാത്രമാണ് ഫ്രീ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലം. ബാക്കി എല്ലാത്തിനും കാശാണ്. എൻട്രി ടിക്കറ്റ്. ഗാലറി ഓഫ് അയർലൻഡിൽ പോയി. അതിങ്ങനെ ഫോട്ടോ ഗാലറി പോലെയാണ്. പിന്നെ നാഷണൽ മ്യൂസിയം ഓഫ് ആർക്കിയോളജി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് ഫ്രീ ആണ്. പിന്നെ ഇവിടെ കാണേണ്ട സ്ഥലങ്ങൾ വാക്സ് മ്യൂസിയം ഉണ്ട്, ഒരു വിസ്കി മ്യൂസിയം ഉണ്ട്, വിസ്കി ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വീണ്ടും റോഡിൽ വന്നിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾക്ക് ഡിയറിനെ കാണാൻ പറ്റി ഇവിടെ വന്നിട്ട്. ഇത് ആ സൈഡിൽ കാണാം. അപ്പോൾ ഇത് ഡിയർ ഹണ്ടിങ് പാർക്കായിരുന്നു. ആ ഡിയർ ഹണ്ടിങ് പാർക്കിൻ്റെ ബാക്കിയായിട്ട് വന്ന, അതായത് ഡിയേഴ്സ് അന്നേ ഉണ്ടായിരുന്നതായിരിക്കണം. അതിൽ ബാക്കിയായിട്ട് വന്ന ഡിയേഴ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നു. വെറുതെ ഇരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്, നടക്കുന്നൊന്നുമില്ല, ഒന്ന് വെറുതെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് മാൻകൂട്ടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒന്നും വൈലൻ്റ് ആവില്ല എന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ വരുന്നവരുടെ ഇത് കാണുമ്പോഴേ, റിവ്യൂസ് കാണുമ്പോഴേ ഈ ഡിയേഴ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഡിയറിനെ കാണാൻ എല്ലാവരും അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെനിക്കൊന്ന് അത്യാവശ്യം യൂസ്ഡ് ആണ് ആളുകളുമായിട്ട്. അതെ, നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. നമുക്ക് അടുത്തൂടെ മാൻ നടന്നു പോകുന്ന കാണാം. ഇവിടെ ഒരു മാൻ നിൽപ്പുണ്ട്. ആളുകൾ അതിൻ്റെ ഫോട്ടോയൊക്കെ അടുത്തും എടുക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിനായിട്ട് ഇവിടെ ഒരു മാനൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിപ്പുണ്ട്. അപ്പോൾ സൂവിൽ പോവാതെ തന്നെ നമുക്ക് മാനിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അതാണ് നമ്മുടെ ഫിനിക്സ് പാർക്കിൻ്റെ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ മാനിനെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ സൈഡിലോട്ട് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു, വണ്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയ കാണാം. അങ്ങോട്ടൊരു കുറച്ച് വീടുകളൊക്കെ ആണെന്ന് തോന്നുന്നു. മേളിലോട്ട് കാണാം. അങ്ങോട്ട് നമുക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റിയ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ടോപ്പിലെത്തി. ഇതാണ് മാഗസിൻ ഫോർട്ട് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഇത് താഴെ ഒരാളുടെ ചോദിച്ചപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെ ജസ്റ്റ് കറങ്ങി കാണാമെന്ന് പറഞ്ഞു. അടിപൊളി ഒരു ഫോർട്ടിൻ്റെ ഇതൊക്കെ കാണാം. പക്ഷെ ഒരുപാട് പഴയതാണ്, പൊട്ടി പൊളിഞ്ഞ കിടപ്പുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് താഴെ. ഇതിവിടെ ബ്രിട്ടീഷ് ഭരണം നടന്നുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഈ ഏരിയ എടുത്തിരുന്ന സമയത്ത് ഇവിടെയാണ് ബ്രിട്ടീഷ് ആംഡ് ഫോഴ്സ് റിസൈഡ് ചെയ്തിരുന്നത്. റിസൈഡ് മീൻസ് ഇവരത് ഒക്കുപ്പൈ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നീട് അവർ ഐറിഷ് ഗവൺമെൻറ്റിന് വേണ്ടി, ഐറിഷ് ഡിഫൻസിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്തു. ആഫ്റ്റർ ദെയർ ഇൻഡിപെൻഡൻസ് ദേ ഗേവ് ഇറ്റ് ബാക്ക് ടു ദം. അതാണ് ഈ മാഗസിൻ ഫോർട്ട്. അപ്പോൾ പാർക്കിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി. പഠിക്കാനോ ജോലിക്കോ ടൂറിസത്തിനോ എന്തിനു വരുന്നവരാണെങ്കിലും ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ഫിനിക്സ് പാർക്കും കൂടെ വിസിറ്റ് ചെയ്യുക. സംഭവം കൊള്ളാം. ഒരുപാടുണ്ട്, ഇനി അങ്ങോട്ട് അകത്തോട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വഴിയിൽ ഓരോന്ന് കാണുമ്പോൾ കയറി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും കുറേ അങ്ങോട്ട് പോകാനുണ്ട് ആ സൈഡിലോട്ടൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം. അപ്പോൾ സംഭവം അടിപൊളി. സ്റ്റാർ ഷേപ്പ് പോലെ വരുന്നുണ്ട്. ചുമ്മാ ഇതിനെപ്പറ്റി തപ്പി നോക്കിയപ്പോൾ ഡ്രോൺ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയൽ വ്യൂ കാണിച്ചിരിക്കുന്നു. അതിൽ ഒരു സ്റ്റാർ ഷേപ്പ് ഈ ഇതിന് ചുറ്റും അതെ റൂട്ട്. അപ്പോൾ ഞങ്ങൾ ഫോർട്ടിന് ചുറ്റും നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഫോർട്ട് കാണുന്ന പോലെ ഈ ഒരു ഇത് വന്നിട്ടാണ് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തേക്കുന്നത്. അതുപോലെ നല്ല ഹൈറ്റിലാണ് ഫോർട്ട് വെച്ചേക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ശത്രുക്കളോ ആരെങ്കിലും അറ്റാക്കിനൊക്കെ വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ സ്റ്റാറിന്റെ ഷേപ്പ് നേരത്തെ അമല പറഞ്ഞ പോലെ അതിന്റെ ഓരോ സ്റ്റാറിന്റെ ഓരോ ഇതാ വന്നേക്കുന്നത്. ആ സൈഡിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയടിച്ച് കിടപ്പിലാവുന്ന ഡൗട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ മരുന്ന് കൊണ്ടുവരാൻ മറക്കണ്ട. ഒരുപാട് വലിയ പാർക്കാണ്. ഒരു ഫുൾ ഡേ നമുക്ക് ജസ്റ്റ് വന്നിങ്ങനെ കറങ്ങി നടക്കാനുള്ള ഇതുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതുണ്ട്. പാർക്ക് കണ്ടു. സെൻട്രൽ പോയിന്റിന് അടുത്ത് എത്താറായി. ഞങ്ങൾ മാനിനെ കണ്ടു. അതെ, അടിപൊളി ഫോട്ടോ സ്പോട്ടാണ് ഇവിടെ. അതെ, ആ വിന്ററിന്റെ ഇലകളൊക്കെ കൊഴിയാൻ പോകുന്ന ഒരു ടൈമാണ്. ഒരു അടിപൊളി കാഴ്ചയാണിത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അയർലൻഡിലേക്ക് വരുന്ന ഡബ്ലിനിൽ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അക്കോമഡേഷൻ ക്രൈസിസ് നടക്കുകയാണ് ഇപ്പോൾ അയർലൻഡിൽ. ശരിക്കും പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. പിന്നെ എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇപ്പം നോക്കിക്കഴിയുമ്പോൾ അവിടെ വന്ന് അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മേജർ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പം അതിൽ നോക്കുമ്പോൾ തന്നെ ഒരു നല്ല ഏരിയാസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് നല്ല അധികമായിട്ട് തോന്നും. 3000-4000 യൂറോയ്ക്കൊക്കെ വീട് കിട്ടും 1 BHK. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന സാലറിയും റെൻറ്റും
അപ്പം അതെന്തായാലും എല്ലാവരും നോക്കിയിട്ട് വരിക, മാക്സിമം നല്ലൊരു അക്കോമഡേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ നോക്കിയിട്ട് വരാം. ഇവിടെ പോപ്പുലേഷൻ കുറവാണെങ്കിലും അവർക്ക് അത്രയും പോപ്പുലേഷന് താമസിക്കാനുള്ള വീടുകളില്ലായിരിക്കും, അതുകൊണ്ടാണ് ഈ അക്കോമഡേഷൻ ക്രൈസിസ്. വേണ്ടിയിട്ട് കുറേ പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓഫീസിൽ കയറി 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം 2 BHK അല്ലെങ്കിൽ 3 BHK എടുത്തിട്ട് പിന്നെ റൂംസ് ഷെയർ ചെയ്യുന്നവരുണ്ട്. അതും നല്ലൊരു ഐഡിയ തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എക്കണോമിക്കൽ ആവുകയും ചെയ്യും. ലാൻഡ് ലോഡ്സും അതിന് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, അവർക്ക് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ സാലറിയുടെ ഒരു 50% താഴെ വരുന്ന രീതിയിൽ റെന്റ് എടുക്കാൻ ഇവിടെ പാടുള്ളൂ. അത് കൂടുതലാണ് അവർ അപ്രൂവ് 40% ആണ് ആക്ച്വലി റൂള്. പിന്നെ ചിലർ 50% വരെ തരും, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നവരപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് മറക്കാതെ. ഇവിടെ വന്ന് പഠിക്കുന്നവരാണെങ്കിലും അപ്പോൾ അതിനുള്ള കോസ്റ്റൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു സിംഗിൾ റൂം ഷെയറിംഗ് ഒക്കെ ആണെങ്കിൽ ഡബ്ലിൻ സിറ്റിയിൽ അറൗണ്ട് 1000 ഒക്കെയാണ് ആവറേജ്. ഒരു 700 വളരെ കുറവാണെങ്കിൽ 600-700 ഒക്കെ കിട്ടും. അത്യാവശ്യം ഫെസിലിറ്റി ഉള്ളതാണെങ്കിൽ ഒരു 1000-1200 ഒക്കെ കിട്ടും സിംഗിൾ റൂം. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് നോക്കാൻ പറ്റും. അപ്പം സ്റ്റുഡിയോ ആവുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് അതാകുമ്പോൾ ഒരു 1500 റേഞ്ചിലൊക്കെ കിട്ടും. 1 BHK ആകുമ്പോൾ ഒരു 2000. സിറ്റിയുടെ റേറ്റ് ആണ് പറയുന്നത്, വേറെ കൗണ്ടിയിലൊക്കെ കുറവാണ്. സിറ്റിയിൽ അത്രയാവും 2000-1800 ഒക്കെ ആവും 1 BHK. ദൂരെ എടുക്കുന്നവരാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നോക്കിയിട്ട് എടുക്കുക, നിങ്ങൾ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ കോളേജിലോട്ടോ പോകുന്ന രീതിയിൽ. ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ കാറിൽ ഒരു അരമണിക്കൂറിൽ പോകാൻ പറ്റുന്ന സ്ഥലം ഇവരുടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി വരുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ട് വരിക. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു വലിയ കുരിശ് കാണാം, പാപ്പൽ ക്രോസ് എന്നാണ് പറയുന്നത്. ഇതാണ് ശരിക്കും നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നേരെ വരുമ്പോൾ കാണുന്നത് ഈ ഒരു ക്രോസാണ്, പാപ്പൽ ക്രോസ് എന്നാണ് പേര്. ഇപ്പം ഞങ്ങൾ മുകളിൽ കയറി വന്നു. ഇവിടെ ഈ ഒരു കുരിശെന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഫിനിക്സ് പാർക്കിൻ്റെ ഫുള്ള് 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. പാർക്കും വന്ന് കണ്ടു, മാനിനെ കണ്ടു, മാനിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സൂപ്പർ പാർക്കാണ്, ഇവിടെ പറയാനൊന്നുമില്ല, ഇങ്ങനെ വിശാലമായിട്ട് കിടക്കാണ്. ഇങ്ങനെ നമ്മൾ നടക്കും, ഫുള്ള് പച്ചപ്പാണ്. കുറെ പേര് ഇങ്ങനെ മാനിനെ കാണാൻ വേണ്ടിട്ട് മാത്രം വരുന്നവരുണ്ട്. അവരവിടെ ഫ്രണ്ടിൽ കണ്ടിട്ട് പോകും. പിന്നെ ഇടയ്ക്കുള്ള ലൊക്കേഷൻസിനും മാനുണ്ട്. ഈ ഫിനിക്സ് പാർക്കും പിന്നെ ഞങ്ങളുടെ അയർലൻഡിലെ 1 മന്ത് എക്സ്പീരിയൻസും കുറച്ച് ടിപ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ സജസ്റ്റ് ചെയ്താൽ മതി, നമ്മൾ എന്തായാലും അത് നോക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖ. ബൈ.